ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മോളുടെ ഹെയറിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും തേക്കുന്നുണ്ടോ പ്രത്യേകിച്ച്. നമ്മൾ വീട്ടിൽ തേക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവർക്കും അറിയാമല്ലോ, കറ്റാർ വാഴ, നമ്മുടെ അലോവേര, അത് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം അത് നട്ട് വളർത്തുക. അത്രയും ഉത്തമമാണ് അലോവേര എന്ന് പറയുന്ന സാധനം, കറ്റാർ വാഴ. മുഖത്തിനെ ആണെങ്കിലും മുടിക്കാണെങ്കിലും ഒക്കെ വളരെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മുന്നേ ഞാനത് പറിച്ച് വെച്ചിട്ടോ, കാരണം അതിൻ്റെ ആ മഞ്ഞക്കറ ഉണ്ടല്ലോ, അത് ഭയങ്കര ചൊറിച്ചില വരും, അത് വിഷാംശമുള്ളതാണല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ മുഖത്തിനാണെങ്കിലും തലയ്ക്കൊക്കെ ആണെങ്കിലും അത് കേടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മണിക്കൂർ 2 മണിക്കൂർ മുന്നേയൊക്കെ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറയൊക്കെ പോയി, എന്നിട്ട് ആ ഭാഗത്തിൽ ചെത്തിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ടോ. എന്നിട്ട് ആ മുള്ളുള്ള ഭാഗമൊക്കെ ചെത്തിയെടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ അലോവേരയുടെ ടിപ്പ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. അലോവേര നമ്മുടെ തലയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ആ മുള്ളു ഭാഗമൊക്കെ എടുത്ത് നന്നായി കളയുക കേട്ടോ. പിന്നെ നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം കേട്ടോ അതിൻ്റെ ജെല്ലെടുക്കുക. എനിക്ക് എപ്പോഴും ഞാൻ പകുതി ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വേഗം ഇങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ നല്ല രസമാണ് അലോവേര ക്ലീൻ ആക്കാൻ കേട്ടോ. ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ അലോവേര എന്ന് പറയണത്. അപ്പോൾ പിന്നെ ഇവളുടെ മുടിയിൽ ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താണ് മോളുടെ, കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, യൂട്യൂബിൽ കമൻ്റായിട്ട് വരുന്നുണ്ട്, മോളുടെ മുടിയിൽ എന്താ തേക്കുന്നത്, എന്ത് തേച്ചിട്ടാണ് എന്ന്. ഞാൻ പറയട്ടെ, ഇന്നത് തേച്ചുകൊണ്ട് കൊണ്ട് മുടി നന്നായി വളരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ സത്യമാണല്ലോ പറയണത്. അപ്പോൾ ചിലർ പറയണം എനിക്ക് ഇത് തേച്ചിട്ടാണ് മുടി വളരുന്നത്. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് ചെറുപ്പം തൊട്ടിട്ടേ മുടി ഉണ്ട്, വളർത്താൻ തുടങ്ങിയപ്പോൾ മുടി വളരുന്നുണ്ട്. പിന്നെ ചെമ്പരത്തിയാതി ഓയിലാണ് തേക്കുന്നത് അവൾക്ക് തലയിൽ. അപ്പോൾ അത് പിന്നെ ഇടയ്ക്ക് കാച്ചിയ വെളിച്ചെണ്ണയും തേക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രണ്ടും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത് തേക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അലോവേരയുടെ പൾപ്പൊക്കെ നമ്മളിങ്ങനെ ജെല്ലെടുത്തു കേട്ടോ. അപ്പോൾ എടുത്തിട്ട് അതിൻ്റെ ആ പച്ച കളറുള്ളതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ പിന്നെ മാറ്റി കേട്ടോ. 2 അലോവേരയാണ് അവരുടെ തലയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത്, തലയ്ക്കല്ല മുടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തത്. മുടിയുടെ നീളം അനുസരിച്ചിട്ട് ശരിക്കും അലോവേരയുടെ ജെല്ല് കൂട്ടണമായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. എന്നിട്ട് ഈ അലോവേരയുടെ ജെല്ല് ഞാനൊന്ന് അടിച്ചു വന്നിട്ട് മിക്സിയിൽ, എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി. എന്നിട്ട് അതിലേക്ക് തേക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചെമ്പരത്തിയാതി ഓയിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്, കഴിഞ്ഞത് കൊണ്ട് ഞാൻ അപ്പോൾ തൽക്കാലം നമ്മുടെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്തത്. ഏതായാലും കുഴപ്പമില്ലേ, ഇന്ന എണ്ണ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നന്നായി രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇത് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പ് തന്നെ ആയിരിക്കും അല്ലേ. എന്നിട്ട് മുടി നന്നായി വേറെടുക്കുക. എല്ലാ പ്രാവശ്യവും അമ്മയാണ് അവൾക്ക് തേച്ച് കൊടുക്കാറ്. അമ്മയ്ക്ക് അടുക്കളയിൽ തകൃതിയായ പണി കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് തേച്ചത്. നമുക്ക് ട്രൈപോഡ് ഉണ്ട്, പക്ഷേ ആ ട്രൈപോഡിൻ്റെ സ്ക്രൂ എന്തോ ഇളകിയിട്ട് അതവിടെ നിൽക്കണില്ല, ലൂസ് ഉണ്ട്. അപ്പോൾ ഒരു കാറ്റ് വന്നാൽ അതേ പോവും, എൻ്റെ ഫോണും പോവും. അപ്പോൾ എൻ്റെ ഫോൺ വീഴാൻ ഞാൻ സമ്മതിക്കില്ല, ട്രൈപോഡ് വീഴാലും. കാരണം പുതിയ ഫോണാണ്, അത്രയും വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഫോൺ വീഴുമോയെന്ന് കേട്ടോ. അത് കാരണം ഞാൻ ഒറ്റ കൈ കൊണ്ടാണ്, ഒരു കയ്യിൽ ഫോണും ഒരു കൈയിൽ ഇവൾക്ക് ഈ ജെല്ലും തേച്ച് കൊടുക്കേണ്ട ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇതാണ് എല്ലാവരും പറഞ്ഞ ട്രൈപോഡ് വെച്ച് ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമെന്ന്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ 2 കൈ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കേട്ടോ. നന്നായി തലയിൽ തേച്ചു പിടിപ്പിക്കുക കേട്ടോ. ഇത് നന്നായി മുടി വേറെടുത്തു. ഞാൻ അതിന് മുന്നേ മുടി നന്നായി വേറെടുത്ത് കൊടുത്തു. ഇതെന്താ വേണ്ടത് വെച്ചാൽ അരിക്കണം കേട്ടോ ഞങ്ങൾ അരിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധം എപ്പോഴും പറ്റുമോ, ഒന്നെങ്കിൽ മറക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ പിടിച്ച് തരുമോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഫോൺ പിടിക്കാനത് അറിയില്ല ആൾക്ക്. അപ്പോൾ തൽക്കാലം ഒന്ന് പിടിച്ചു തന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് തേച്ചു കേട്ടോ, 2 കൈ ഇതാക്കിയിട്ട് തേച്ചു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ തേച്ചു കൊടുത്തു. തുമ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു കേട്ടോ, മുടിയുടെ തുമ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു. അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു. ഈ അലോവേരയും വെളിച്ചെണ്ണയും കൂടിയിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സ്മൂത്ത്നെസ് മുടിക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഈ മുടി പൊട്ടിപ്പോവുക അതിനൊക്കെ നല്ലതാണ്. എന്നൊന്നും നിങ്ങൾ ഇങ്ങനെ തേച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും എന്നും തേക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ 1 വട്ടം 2 വട്ടമൊക്കെ മാക്സിമം തേക്കാൻ ശ്രമിക്കുക. അപ്പോൾ മുടിക്ക് നല്ലൊരു ഷൈനി എന്ന് പറയില്ല, ഷൈനെസ് ഫീൽ ചെയ്യും കേട്ടോ. മുടി നല്ല തിക്ക് ആയിട്ട് വളരാൻ അങ്ങനെയൊക്കെ ഒരു നല്ലതാണ് അലോവേര എപ്പോഴും തേച്ച് കഴിഞ്ഞാൽ. ഞാൻ കണ്ടില്ലേ മുടിയുടെ തുമ്പിലൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ മുടി നല്ല ബ്ലാക്ക് കളറാവാനൊക്കെ നല്ലതാണ് കേട്ടോ അലോവേര.
ഇപ്പോൾ ഇനിയിപ്പോൾ അലോവേര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട് എന്ത് അലോവേരയുടെ ജെല്ല്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിന്ത്രയിലോ പിന്നെ എന്താ ഇതിലൊക്കെ ഉണ്ട്, പർപ്പിളിലും പിന്നെ മീഷോയിലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഇല്ലാത്തവർ. അപ്പോൾ ഞാൻ മുടി മുന്നിലേക്ക് ഇട്ടിട്ടും തേച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അലോവേരയുടെ ആ കൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല 2 എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഒന്നും പോരാ അവളുടെ തലയ്ക്ക്. കുറേ അലോവേരയുടെ ജെല്ല് വേണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമയപരിമിതി കൊണ്ട് ഞങ്ങൾ അത്രേ എടുത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഞാൻ ഒറ്റയ്ക്കുമല്ല ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും അമ്മയും കൂടി, അമ്മ വന്നാലേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ മുടിയിൽ തേക്കണത്. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഫോണ് കൈ പിടിച്ചിട്ട് മുടിയിൽ തേക്കുക പറഞ്ഞ ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അരിച്ചില്ല നിങ്ങൾ അരിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ പൊടി പോലെ അലോവേരയുടെ ആ പച്ച ആ തോലിൻ്റെ ഒരു തിരിയറ്റ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾ തല കെട്ടിയിട്ട് മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കളയുക കേട്ടോ. കിണറ്റിലെ വെള്ളമാണ് ഉത്തമം. മുടി കൊഴിയുന്നതിന് പൈപ്പ് വെള്ളം അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഞങ്ങൾ കിണറ്റത്തെ വെള്ളമാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാറ് മുടിക്കൊക്കെ. കാരണം മുടി കൊഴിച്ചിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം വരുന്നവരുടെ മുടി ഇപ്പോൾ ഇടയ്ക്കൊക്കെ കൊഴിയാറുണ്ടായിരുന്നു കേട്ടോ. ഈ ശ്രദ്ധിക്കാത്ത കാരണമാണ്, വേറെ ഒന്നുമില്ല, സ്കൂളിൽ പോക്കും കാര്യങ്ങളും. ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വെക്കുക പറയായിരുന്നു കേട്ടോ ഞാൻ അവളോട്. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തു കേട്ടോ ഞാൻ. പിന്നെ അവിടെ മേത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നീ ഏതായാലും കുറച്ച് നേരം ഇരുന്നിട്ട് കുളിക്കാൻ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം മുടി ഉണങ്ങിയിട്ടുള്ള കോലാണ് നിങ്ങൾ ആഫ്റ്റർ പിക്ചറാണ് കാണുന്നത് കേട്ടോ. മുടി നല്ലൊരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ഒരുപാട് മുടി അത്ര ബ്ലാക്ക് ഒന്നല്ല, ചെമ്പിച്ച കളറാണ് ചെറുതായിട്ടൊക്കെ. പക്ഷേ ഇതിങ്ങോട്ട് ഒരു നല്ല എണ്ണയും അലോവേരയുടെ ജെല്ലും ഒക്കെ തേച്ചുകൊണ്ടായിരിക്കാം ഒരു ബ്ലാക്ക് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയായിരുന്നു, നിങ്ങൾ അരിച്ചിട്ട് വേണം കേട്ടോ തേക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പൊടി പോലെ തലയിൽ ഇരിക്കും. ഞാൻ അമ്മോട് പറഞ്ഞതായിരുന്നു അരിക്കണമെന്ന്, അമ്മ മറക്കും ചെയ്തു. ഞാൻ വേറെ എന്തോ കാര്യത്തിനായി പോയി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക്, അലോവേരയും എണ്ണയും കൂടിയിട്ടുള്ള ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ എളുപ്പമാണല്ലോ, പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങണ്ട. ഇനിയിപ്പോൾ അലോവേര വീട്ടിലില്ലാത്തവരാണെങ്കിൽ ആ ജെല്ല് വാങ്ങിക്കോളൂ, അധികം വില ഒന്നും ഉണ്ടാവില്ല. അതായാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ഉത്തമം വീട്ടിലുള്ള അലോവേരയാണ് കേട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.